ഓരോ മനുഷ്യനും ഒരു സമൂഹ ജീവിയാണ്. സമൂഹത്തിലൂടെ മാത്രമേ വളരാൻ സാധിക്കൂ. സമൂഹത്തിലൂടെ മാത്രമേ പ്രാർത്ഥിക്കാൻ സാധിക്കൂ. സമൂഹത്തിലൂടെ മാത്രമേ പങ്കുവയ്ക്കാൻ സാധിക്കൂ. എന്നാൽ ചില അവസരങ്ങളിൽ ഏകാന്തയുടെ തടവറയിലേക്ക് കടന്നു പോകുന്നവർ ഈ സമൂഹത്തിൽ ഇരിക്കുന്നവരുണ്ട്. വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിൽ കഴിയുന്നവർ, രോഗത്തിൻ്റെ ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നവർ, പരാജയത്തിൻ്റെ ഏകാന്തതയിൽ കഴിഞ്ഞുകൂടുന്നവർ, കഷ്ടപ്പാടിൻ്റെ ഏകാന്തതയിൽ കഴിഞ്ഞുകൂടുന്നവർ, അലസതയുടെ തടവറയിൽ കഴിഞ്ഞുകൂടുന്നവർ. പ്രിയപ്പെട്ട മക്കളെ, ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, പ്രഭാഷകൻ 2:10, കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ഏകാന്തത നമുക്ക് വരുന്നത് ദൈവ മനുഷ്യ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോഴാണ്. ഏത് സമയത്ത്, ഏത് കാലഘട്ടത്തിൽ ദൈവവുമായുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ചുവോ അന്നാണ് ഏകാന്തതയിലേക്ക് കടന്നു പോയത്. ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുമ്പോൾ വായുവിന് ദാഹിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി ദാഹിച്ചാൽ നമ്മുടെ ഏകാന്തത വിട്ടുപോകും. നമ്മുടെ അടുത്തേക്ക് ദൈവമായ കർത്താവ് കടന്നു വരും. നമുക്ക് അനുഭവപ്പെടുന്ന ഈ ഏകാന്തത ദൈവത്തിൻ്റെ അഭാവമാണ്. ദൈവം എവിടെയുണ്ടോ അവിടെ കൂട്ടായ്മയുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഈ തിരുത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മുടെ ഏകാന്തത തകർന്നു വീഴും. അതുകൊണ്ട് ഞാൻ വളരെയേറെ അധ്വാനിച്ചു, ഞാൻ വളരെയേറെ പ്രഹരമേറ്റു, ഞാൻ വളരെയേറെ അടികളേറ്റു, മരണകരമായ അവസ്ഥകളിൽ കടന്നുപോയി. പല രാത്രികളിലും ഞാൻ ഒഴുകി നടന്നു, കപ്പലിലൂടെ, വെള്ളത്തിലൂടെ ഒഴുകി നടന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് പൗലോസ് ശ്ലീഹായോട് പറയുന്നു, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരെങ്കിലും പരിത്യക്തരായിട്ടുണ്ടോ? 2 കരം ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം പറയുന്നു, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ ഏകാന്തതയുടെ കണ്ണുനീര്, നിന്റെ ആരും അറിയാത്ത വേദനയുടെ കണ്ണുനീര് എൻ്റെ ഹൃദയത്തിൻ്റെ ചെപ്പിൽ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കർത്താവേ, ഇപ്പോൾ ഏകാന്തത അനുഭവപ്പെടുന്ന ആ അപ്പച്ചനിലേക്ക്, അമ്മച്ചിയിലേക്ക്, സഹോദരനിലേക്ക്, സഹോദരിലേക്ക്, കുഞ്ഞുമക്കളിലേക്ക് കടന്നു വരണമേ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ്. കർത്താവ് എപ്പോഴും എൻ്റെ ഏകാന്തതയെ തകർത്ത് കളയുന്ന സ്നേഹിതനാണ്. യേശുവേ നന്ദി. പിതാവേ സ്തോത്രം. കർത്താവേ മഹത്വം, 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 മഹത്വം. ആരാധന, നന്ദി, ആരാധന, നന്ദി, ആരാധന. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. എല്ലാ കഷ്ടപ്പാടിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്തു. യേശുവേ നന്ദി, പിതാവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.